ഗായ്സ്, നമ്മുടെ നറൂട്ടോ കുട്ടൻ്റെ തമാശകളും വികൃതികളും നിറഞ്ഞ ഒരു എപ്പിസോഡ് കാണാൻ നിങ്ങൾ റെഡിയാണോ? ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്മൾ നറൂട്ടോ സീസണിലെ 4th എപ്പിസോഡാണ് കാണാൻ പോകുന്നത്. നറൂട്ടോ കുട്ടന്റെ പുതിയ അഭ്യാസങ്ങള് നിങ്ങളെ പോലെ തന്നെ എനിക്കും കാണാൻ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോ കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള എന്റെ കൂട്ടുകാരെല്ലാരും തന്നെ ഓടിവായോ, നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് കടന്നല്ല. ക്ലാസ്സിലുണ്ടായിരുന്ന എല്ലാ ഗ്രൂപ്പുകളെയും ഓരോരോ ടീച്ചേഴ്സ് ഒന്ന് കൊണ്ടുപോയി. ഇനി ബാക്കി നമ്മുടെ നറൂട്ടോയുടെ ഗ്രൂപ്പ് മാത്രമാണ് ക്ലാസ്സിൽ അവശേഷിക്കുന്നത്. ഈ ക്ലാപ്പൻ എവിടെ പോയി തൊലഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നറൂട്ടോ വലിയൊരു ഡസ്റ്റർ എടുത്ത് ഡോറിന്റെ മുകളിൽ വെക്കും. അത് സാറിന്റെ തലയിൽ വീഴുന്നത് കാണാനായിട്ട് നമ്മുടെ പെങ്കൊച്ച് അത് തീരെ ഇഷ്ടമല്ലാത്ത പോലെ അഭിനയിക്കുമെങ്കിലും അവളുടെ ഉള്ളിലും അത് വളരെ രസകരമായിട്ട് അവൾ ആസ്വദിക്കുന്നുണ്ട്. വരുന്നതൊരു നിഞ്ച. തീർച്ചയായിട്ടും അവന്റെ ട്രാപ്പില് സാറ് വീഴില്ല എന്ന് പറയുമ്പോ ഡോർ തുറന്നു വരുന്ന സാറിന്റെ തലയ്ക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു ഡസ്റ്റർ വന്ന് വീഴും എന്ന് പറഞ്ഞ് നമ്മുടെ നറൂട്ടോ പൊട്ടിച്ചിരിക്കുമ്പോ ഉള്ളിൽ ആനന്ദ തുന്തുരുതിയായി നമ്മുടെ പെങ്കൊച്ച് സോറി സർ എന്ന് പറഞ്ഞ് ആളുടെ കാല് പിടിക്കാൻ തുടങ്ങും. പഠിപ്പിസ്റ്റണ്ണൻ ദൂരെ ഇരുന്ന് ഈ കാര്യങ്ങളൊക്കെ നോക്കി പോർ ബോയ്സ് എന്ന് പറഞ്ഞ് തലയ്ക്ക് കൈയും കൊടുക്കും. അപ്പോ ഈ കാണുന്ന പകുതി മുഖമുള്ള ആളാണ് ഇവരുടെ മാസ്റ്റർ. തുടക്കത്തിൽ തന്നെ നല്ല വരവേൽപ്പായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, പഠിപ്പിച്ചല്ലേ പറ്റൂന്ന് പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ട് മാസ്റ്റർ പുറത്തേക്ക് വരും. ആദ്യം നിങ്ങളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യേ. നിങ്ങൾ ആരാണ്, എന്താണ്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടങ്ങൾ? ഫോർ എക്സാമ്പിള്, എന്റെ പേര് കാക്കാശി, ഞാനാണ് നിങ്ങളുടെ മാസ്റ്റർ. അതുപോലെ നിങ്ങളെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും എന്റെ അടുത്ത് പറയാനായിട്ട് കാക്കാശി മാസ്റ്റർ ആവശ്യപ്പെടും. പക്ഷേ സാറിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ. സാറിന്റെ ഹോബീസ് എന്തൊക്കെയാണെന്ന് തിരികെ ചോദിക്കുമ്പോ ഞാൻ ആരാണ്, എന്താണ് എന്നൊന്നും അറിയേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. ഞാൻ കാക്കാശി, അത്ര അറിഞ്ഞാ മതി. എനിക്ക് ഒരുപാട് ഹോബീസും ഉണ്ട്. നൈസായിട്ട് സാറിന്റെ ടേപ്പ് കിട്ടിയപ്പോ നമ്മുടെ 3 പിള്ളേർക്കും കളിപ്പടിക്കും. ഓക്കെ, ആദ്യം നറൂട്ടോ പറ. നറൂട്ടോ ആവട്ടെ, ഇത് കേൾക്കേണ്ട താമസം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നൂഡിൽസ് ആണ്. നൂഡിൽസുകൾ തമ്മിൽ കമ്പയർ ചെയ്യാ, അത് തിന്നു തീർക്കുക, അതുപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് ഫ്യൂച്ചറിൽ എനിക്ക് വലിയൊരു ഹൊക്കാകെ ആവണം. അങ്ങനെ വരുമ്പോ ഈ നാട്ടുകാരെല്ലാം തന്നെ എന്നെ റെസ്പെക്ട് ചെയ്യും. വാവ്, വെരി സിമ്പിൾ ആഗ്രഹം. അടുത്തത് നമ്മുടെ പിങ്കി ചുന്ദരിയോട് ചോദിക്കുമ്പോ എന്റെ പേര് സാക്കുറ. അവൾക്കാണെങ്കിൽ എന്നെയാൽ ഒടുങ്ങാത്ത സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമാണ്. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത എന്താന്ന് ചോദിക്കുമ്പോ നറൂട്ടോ എന്ന് അവള് മറുപടി പറയും. ബ്ലഡി ഫൂൾ, നിനക്ക് എന്നെയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാത്തതെന്ന് ചോദിച്ചിട്ട് നറൂട്ടോ ഇപ്പൊ കളിപ്പടിച്ച് അവളുടെ മെക്കിട്ട് കയറും. സാരമില്ല, വെറും ബാലചാബല്യം. അടുത്തതായിട്ട് നിന്റെ ആഗ്രഹങ്ങൾ എന്താണെന്ന് സാസുകയുടെ അടുത്ത് ചോദിക്കുമ്പോ അവന്റെ ഏറ്റവും വലിയ അംബീഷൻ അവൻ ജീവിച്ചു വരുന്ന ക്ലാൻ പുനർനിർമ്മിക്കുക. അവൻ ഇഷ്ടപ്പെടാത്തതായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇഷ്ടപ്പെടുന്ന കുറച്ച് കാര്യങ്ങളും അതെന്താണെന്ന് പ്രത്യേകിച്ചൊന്നും പറയാനുമില്ല. മാത്രമല്ല, എന്റെ ക്ലാൻ നശിപ്പിച്ചവനെ എനിക്ക് ഇല്ലാതാക്കണം. അതാണ് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുമ്പോ നമ്മുടെ 2 പിള്ളേരും ഞെട്ടി അവനെ നോക്കും. അവൻ ഇതല്ലാതെ മറ്റൊന്നും പറയില്ലാതെ കക്കാശിക്ക് നല്ലതുപോലെ അറിയായിരുന്നു. കാക്കാശി ആണെങ്കില് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. നമുക്കിനി കാര്യപരിപാടിയിലേക്ക് കടക്കാന്ന് പറയുമ്പോ നറൂട്ടോ ആവേശത്തോടു കൂടെ വരൂ, കമോൺ. ആദ്യം ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇടിച്ച് ഇവരുടെ 2 പേരുടെ പല്ല് തെറിപ്പിക്കണോ? നമ്മൾ ആദ്യമായി ചെയ്യാൻ പോകുന്നത് സർവൈവൽ എക്സസൈസ് എന്ന് പറയുന്ന ഉടൻ തന്നെ നറൂട്ടോയുടെ ഷൂസ് മുഴുവനായിട്ടും പോകും. കാരണം വർഷങ്ങളായിട്ട് ഇതേ എക്സസൈസ് ആണ് അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർ ഇത്ര നാളും ചെയ്തുകൊണ്ടിരുന്ന സർവൈവൽ എക്സസൈസും ഇപ്പൊ ഇവിടെ ചെയ്യാൻ പോകുന്നതും വളരെ ഡിഫറെന്റ് ആണ്. ഒരുപാട് കഷ്ടം നിറഞ്ഞ ഈ ഒരു എക്സസൈസ് എന്താണെന്ന് നറൂട്ടോ ചോദിക്കുമ്പോ മാസ്റ്റർ ചിരിക്കാൻ ആരംഭിക്കും. ഇതിന് മാത്രം ചിരിക്കാൻ എന്താ കാര്യം പറയാന്ന് പറയുമ്പോ 27 നിഞ്ചാസില് വെറും 9 പേർക്ക് മാത്രമേ ഇത് ജയിക്കാൻ കഴിയൂ. ബാക്കിയുള്ളവരെല്ലാവരും തന്നെ ഫെയിൽ ആകുമെന്ന് മാസ്റ്റർ പറയും. നിങ്ങൾ തോൽക്കാനായിട്ട് 66% ചാൻസ് ഉണ്ട്. ബ്ലഡി ഫൂൾ, പിന്നെ എന്തിനാണ് ഗ്രാജുവേറ്റ്സ് എന്ന് പറഞ്ഞ് ഞങ്ങളെ ജയിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്നതെന്ന് നറൂട്ടോ ചോദിക്കും. ഈ ഒരു മത്സരം നാളെ രാവിലെ 5 മണിക്കാണ് ഞാൻ നടത്തുക. മത്സരത്തില് എങ്ങനെയെങ്കിലും എനിക്ക് ജയിച്ച് ഒരു നിഞ്ചയാവണമെന്ന് ഉറപ്പിച്ച് നിൽക്കാണ് നമ്മുടെ നായകൻ നറൂട്ടോ. പഠിപ്പിച്ചിന്റെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ലല്ലോ. നാളെ രാവിലെ ആരും ഫുഡ് കഴിക്കാൻ പാടില്ല. ഫുഡ് കഴിക്കാതെ വേണം ഈ ഒരു പ്രാക്ടീസ്. ആരെങ്കിലും കഴിച്ചിട്ട് വന്നാ അവന് ഞാൻ തൂക്കിയെടുത്തെറിയുമെന്ന് മാസ്റ്റർ പറയും. പിറ്റേന്ന് നേരം വെളുക്കണ്ട നമ്മുടെ 3 ആശാമാരും അവിടെ വന്നിരിക്കുമെങ്കിലും കാക്കാശിയെ കാണാൻ സാധിക്കില്ല. ഇരുന്നിരുന്ന് വേരിറങ്ങി ഉച്ചയാകുമ്പോഴുണ്ട് നമ്മുടെ കാക്കാശി പാട്ടൊക്കെ പാടി വരുന്നത് കണ്ട് നമ്മുടെ 3 ആൾക്കാരും അവനെ പച്ചത്തറി വിളിക്കും. അതൊരു കറുത്ത കണ്ടം പൂച്ച ക്രോസ് ചെയ്തു. അതാണ് ഞാൻ ചെറുതായിട്ടൊന്ന് ഡിലേ ആയത്. അതൊക്കെ പോട്ടെ, ഉച്ചവരെ ഞാനൊരു ടൈം സെറ്റ് ചെയ്യും.
അതിന്റെ ഉള്ളില് എന്റെ കയ്യിലുള്ള ഈ ഒരു 2 ബെല്ല് നിങ്ങൾ ആരെങ്കിലും ഒരാൾ സ്വന്തമാക്കണം. അല്ലെങ്കിൽ നിങ്ങളെ പിടിച്ച് കെട്ടിയിട്ട് അതിന്റെ മുൻപിലിരുന്ന് ഞാൻ പ്ലഞ്ച് കഴിക്കുമെന്ന് മാസ്റ്റർ പറയും. ഓൾറെഡി നമ്മുടെ ആൾക്കാർ ഫുഡ് കഴിച്ചിട്ടില്ല. ഇതുകൂടെ കേട്ടപ്പോഴേക്കും അവരുടെ വയറ് നല്ലപോലെ നിറയും. പക്ഷെ കാര്യം എന്താന്ന് വെച്ചാല് മാസ്റ്ററുടെ കയ്യില് 2 ബെല്ല് മാത്രമേ കാണുന്നുള്ളൂ. നമ്മൾ 3 പേരില്ലേ, അപ്പൊ ഒരാൾക്ക് മാത്രം ബെല്ല് കിട്ടില്ല എന്ന് പറയുമ്പോ മാസ്റ്റർ ആവട്ടെ ബെല്ല് കിട്ടാത്ത ആ ഒരാളെ ഞാൻ ഇവിടെ കെട്ടിയിട്ട് അവരുടെ മുൻപിൽ ഇരുന്ന് ഫുഡ് കഴിക്കും. മാത്രല്ല അവരെ ഫെയിലാക്കി തിരികെ യൂണിവേഴ്സിറ്റിക്ക് അയക്കുമെന്ന് മാസ്റ്റർ പറയും. ഈ കളി ജയിക്കാനായിട്ട് നിങ്ങൾക്ക് പരസ്പരം അടിക്കാം, മാന്താം, പിച്ചാം, ഈവൻ വേണമെങ്കിൽ കൊല്ലാം. ഒരൊറ്റ കാര്യം, ബെല്ല് അത് നിങ്ങൾ എടുത്തിരിക്കണം എന്ന് പറയുമ്പോ നമ്മുടെ പെങ്കൊച്ച് നൈസായിട്ടൊന്ന് പേടിക്കും. നിനക്ക് എല്ലാത്തിനോടും പേടിയാണോ എന്ന് കുട്ടപ്പൻ ചോദിക്കുമ്പോ മാസ്റ്റർ ആവട്ടെ വായടക്ക് പണിയെടുക്കുമെന്ന് അവരുടെ അടുത്ത് പറയും. ഞാൻ റെഡി എന്ന് പറയുമ്പോ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്ന ഉടൻ തന്നെ നറൂട്ടോ കത്തിയെടുത്ത് മാസ്റ്ററിന്റെ മുൻപിലേക്ക് എടുത്തു ചാടും. കറങ്ങി തിരിഞ്ഞ് നറൂട്ടോയെ മടക്കി ലോക്ക് ചെയ്ത് സാറ് പറയും, ഞാൻ റെഡി എന്ന് പറഞ്ഞിട്ട് മാത്രമേ നീ എന്നെ അറ്റാക്ക് ചെയ്യാൻ പാടുള്ളൂ എന്ന്. നറൂട്ടോയുടെ ആവേശം കണ്ട് ബാക്കി ഉണ്ടായിരുന്ന 2 പേരും അന്തമിട്ട് അവനെ നോക്കി നിൽക്കുമ്പോ നറൂട്ടോ പ്രൗഡായി നിൽക്കാണ്. ഇതേ നിമിഷം റെഡി എന്ന് പറയുമ്പോ നമ്മുടെ 3 പേരും ചേർന്ന് ഫൈറ്റ് ആരംഭിക്കും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താല് ലോഡിന്റെ അടുത്തിരിക്കുന്ന ഇറൂക്കയാണ് ഇപ്പൊ കാണിക്കുക. ഇറൂക്കയ്ക്ക് നറൂട്ടോയുടെ ടീച്ചർ ആരാണെന്നും ടീം എങ്ങനെയാണെന്നും അറിയാനാണ് ലോഡിന്റെ അടുത്തേക്ക് ഇപ്പൊ എത്തിയിട്ടുള്ളത്. ലോഡാവട്ടെ എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയ ഒരു ബുക്ക് എടുത്ത് ഇറൂക്കയ്ക്ക് കൊടുക്കും. നറൂട്ടോയുടെ ടീച്ചർ വളരെ സ്ട്രിക്റ്റ് ആണെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. അതുള്ളതാണോ ഇല്ലയോ എന്ന് എനിക്കൊന്ന് അറിയണമെന്ന് ഇറൂക്ക പറഞ്ഞ് ആ ഒരു ബുക്ക് അവൻ ഏറ്റുവാങ്ങും. കാക്കാശി മുൻപ് ആരൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്, റിജക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നോക്കി ഡയറി വായിക്കുമ്പോ നമ്മുടെ ആള് ലിസ്റ്റ് കണ്ട് ഷോക്കായി ആ എന്ന് പറഞ്ഞ് വാ പൊളിക്കും. കട്ട് ചെയ്താല് ഇവിടെ ഫൈറ്റ് ചെയ്ത് നമ്മുടെ പിള്ളേരെ നിഞ്ച ടെക്നിക് ഉപയോഗിച്ച് പെൺകൊച്ചും പഠിപ്പയും ഒളിഞ്ഞിരുന്ന് ആക്രമിക്കാൻ നോക്കുമ്പോ നമ്മുടെ കാക്കാശി ആവട്ടെ വാവ് മനോഹരമായിരിക്കുന്നു, എനിക്ക് നിങ്ങളെ കണ്ടെത്താനേ കഴിയുന്നില്ല, എങ്ങനെ പോയാ നിങ്ങൾ ഈ മത്സരത്തിൽ ജയിക്കുമെന്ന് പറയുമ്പോ നറൂട്ടോ ആവട്ടെ നെഞ്ചും വിരിച്ച് കാക്കാശിയുടെ മുമ്പിൽ തന്നെ നിൽക്കാണ്. എടാ പൊട്ടക്കള്ള, നിന്നെ ഇടിച്ച് ഞാൻ ആ 2 ബെല്ലും സ്വന്തമാക്കുമെന്ന് പറഞ്ഞു വീരവാദം അടിച്ചിരിക്കുന്ന നമ്മുടെ നറൂട്ടോയുടെ മുൻപില് കാക്കാശി എന്താ നീ എന്നെ കൊല്ലാൻ പോവാണോന്ന് അവന്റെ അടുത്ത് ചോദിക്കും. കൊല്ലല്ല, അതുക്കും മേലെ നിന്നെ ഞാൻ ഓടിച്ചിട്ട് അടിക്കുന്നു പറഞ്ഞ് അവൻ ഓടി വരുമ്പോ കാക്കാശി നൈസായിട്ട് പോക്കറ്റിൽ കൈയിടും. ഇത് കണ്ട് ഒരു നിമിഷം നമ്മുടെ ആളൊന്ന് സ്റ്റെക്കാവും. കൈ പുറത്തേക്ക് എടുക്കുമ്പോ കയ്യിലിട്ട ഒരു കഥാബുക്ക്. നീ എന്താ ആളെ വടിയാക്കാണോന്ന് നറൂട്ടോ ചോദിക്കുമ്പോ നീ തല്ലാൻ വന്നല്ലേ, നീ തല്ലിയിട്ട് നിന്റെ പാട് നോക്കി പോടാന്ന് കാക്കാശി മറുപടി പറയും. യാഹൂന്ന് പറഞ്ഞ് ആദ്യത്തെ ഇടി ഇടിക്കുമ്പോ നമ്മുടെ കാക്കാശി ഒന്ന് കുനിഞ്ഞു കൊടുക്കും. രണ്ടാമത്തെ ഇടിക്ക് ഒന്ന് പൊന്തി കൊടുക്കും. മൂന്നാമത്തെ തൊഴിക്കാനായിട്ട് നറൂട്ടോ നോക്കുമ്പോ കാക്കാശിയുടെ പൊടി പോലും കാണില്ല. അവൻ പുറകെ കുത്തിയിരുന്ന് ഹായ് ആയിട്ട് ബുക്ക് വായിക്കാണ്. ഈ കാര്യങ്ങളെല്ലാം കണ്ട് ബാക്കിയുള്ള 2 പേര് പേടിച്ചിരുന്ന് കാക്കാശി നിസ്സാരക്കാരനല്ല എന്ന് മനസ്സിലാക്കും. അവൻ പിന്നിലിരിക്കുന്ന കണ്ടിട്ട് നമ്മുടെ പെങ്കൊച്ച് അവൻ പിന്നിലുണ്ട് ബി കെയർഫുൾ എന്ന് പറയുമ്പോഴേക്കും കാക്കാശി 2 വിരൽ ഉപയോഗിച്ചുകൊണ്ട് നറൂട്ടോയെ തൂക്കിയെടുത്ത് വെള്ളത്തിലേക്ക് എറിയും. അപ്പൊ ഒരുത്തന്റെ കാര്യം സെറ്റ്. ഇനി ബാക്കിയുള്ളവരെ നോക്കാന്ന് പറയുമ്പോ നറൂട്ടോ വെള്ളത്തിനുള്ളിൽ കൂടെ നീന്തി കാക്കാശിയെ 4 തെറിയും പറഞ്ഞ് വെള്ളത്തിലിരുന്ന നറൂട്ടോ 2 നിഞ്ച ബ്ലേഡ് കാക്കാശിക്ക് നേരെ അയക്കുമ്പോ കൂളായിട്ട് കാക്കാശി അതവന്റെ 2 വിരലുകൊണ്ട് തന്നെ ക്യാച്ച് ചെയ്യും. 2 ബ്ലേഡും എടുത്ത് കൂളായിട്ട് പോക്കറ്റിലിടുമ്പോ ഇവിടെ നമ്മുടെ ഇറൂക്ക ആവട്ടെ ആ ഒരു ബുക്ക് വായിച്ച് അവൻ കേട്ട റൂമേഴ്സ് എല്ലാം സത്യമാണെന്ന് മനസ്സിലാക്കും. കാക്കാശിയുടെ ടെസ്റ്റുകളെല്ലാം തന്നെ വളരെയധികം ഡിഫിക്കൽട്ട് ആണ്. അവന്റെ ടെസ്റ്റ് വിജയിച്ചു എന്നാല് ജയിക്കുന്നവൻ മരണമാസമായിരിക്കും. അവനെ തോൽപ്പിക്കാൻ ആരെക്കൊണ്ടും സാധിക്കില്ല എന്ന് ഇറൂക്ക പറയും. അവൻ നറൂട്ടോ നനഞ്ഞ നാണം കെട്ട് കരക്കെടുക്കുമ്പോ കാക്കാശി ആവട്ടെ അവന്റെ അടുത്ത് ചെന്ന് എന്ത് പറ്റി കുട്ട, നനഞ്ഞ നാണം കെട്ടുപോയോ, ഇങ്ങനെ പോയാല് ബെല്ലും കിട്ടില്ല നിനക്ക് ലഞ്ചും കിട്ടില്ല എന്ന് പറയുമ്പോ എനിക്ക് വലിയൊരു ഹൊക്കാഗി ആവണം, നീ എന്നെ എന്തൊക്കെ പറഞ്ഞ് തകർക്കാൻ ശ്രമിച്ചാലും ഞാൻ തകരില്ല എന്ന് പറഞ്ഞ് അവന്റെ വാശി വീണ്ടും കൂടും. പാവം നമ്മുടെ ചുന്ദരി പെണ്ണ്, അവള് തലേന്ന് രാത്രി പോലും ഒന്നും കഴിച്ചിട്ടില്ല. ടയർഡായി ഇരിക്കുന്ന അവളെ കാണുമ്പോ നറൂട്ടോയ്ക്ക് വീണ്ടും അവന്റെ ആവേശം കൂടും. വിജയത്തിന്റെ സേനാധിപതി ബുഷ് എന്നും പറഞ്ഞ് ബുക്ക് വായിച്ചിരിക്കുന്ന കാക്കാശിയെ ലക്ഷ്യമാക്കിയിട്ട് നറൂട്ടോ വീണ്ടും ഓടിയെത്തും. നറൂട്ടോയ്ക്ക് ഒട്ടും സ്ട്രെങ്ത് ഇല്ലെങ്കിലും എങ്ങനെയെങ്കിലും ഞാൻ ആ ബെല്ലെടുത്ത് നല്ലൊരു നിഞ്ചയാന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞ് ക്ലൗൺ ടെക്നിക് ഉപയോഗിച്ച് നറൂട്ടോ ക്ലൗൺസിനെ സൃഷ്ടിച്ച് അവന് നേരെ വരുമ്പോ നമ്മുടെ പെങ്കൊച്ചാവട്ടെ ഞെട്ടിത്തരിച്ച് നോക്കി നിൽക്കും. ഒരു നിമിഷം
കാക്കാശി അടക്കം ഷോക്കായി ഇതിലേതാണ് റിയൽ നറൂട്ടോ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും തിരിഞ്ഞു നോക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് നറൂട്ടോ ബാക്കിലൂടെ അവനെ കടന്നു പിടിക്കും. സ്പോട്ടില് ബാക്കി ക്ലൗൺസ് എല്ലാം ചേർന്ന് കാക്കാശിയെ പിടിച്ചു വെക്കുമ്പോ നീ എന്നെ വെള്ളത്തിൽ തൂക്കിയേറിയോ അല്ലേടാന്ന് ചോദിച്ച് നറൂട്ടോ കറങ്ങി ഉയർന്നു പൊന്തി അവനെ ഇടിക്കാൻ വരുമ്പോ നമ്മുടെ പെങ്കൊച്ച് ആകാംക്ഷയോടുകൂടെ നോക്കിയിരിക്കും. ആ എന്ന് പറഞ്ഞ് ഒരൊറ്റ ഇടി. ചോര തെറിച്ച് അവൻ കറങ്ങി താഴെ വീണ് നോക്കുമ്പോഴാണ് അവൻ ഇടിച്ചത് അവനെ തന്നെയാണെന്ന് മനസ്സിലാവുക. അവൻ എവിടെ പോയി, എങ്ങനെ സംഭവിച്ചു ഇത് എന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഒരു പക്ഷെ അവൻ എന്റെ വേഷത്തിൽ വന്നതാണെങ്കിലോ എന്ന് കരുതി അവിടെ ഉണ്ടായിരുന്ന ക്ലൗൺസിനെ എല്ലാം തന്നെ നമ്മുടെ ആള് എടുത്തിട്ട് അടിക്കാൻ തുടങ്ങും. അടി കഴിഞ്ഞ ഒടുവിലായിട്ടാണ് അവന് മനസ്സിലാവുക അതെല്ലാം തന്നെ അവന്റെ ക്ലൗൺസ് ആയിരുന്നു എന്ന്. സർവത്ര അടിയും വാങ്ങിക്കെട്ടിയ നമ്മുടെ ആളുടെ മുഖം ഇപ്പൊ തേനീച്ച കുത്തിയതുപോലാവും. പഠിപ്പി ഈ കാര്യങ്ങളെല്ലാം കണ്ട് നറൂട്ടോനെ കുറ്റം പറയാൻ ആരംഭിക്കും. ശരിക്കും എന്താ സംഭവിച്ചെന്ന് വെച്ചാല് കാക്കാശി നറൂട്ടോ വരുന്നത് കണ്ട് അവന്റെ ക്ലൗൺസിനെ നറൂട്ടോയ്ക്ക് മുൻപിൽ ഇട്ട് കൊടുത്തിട്ട് മരത്തിന്റെ പിന്നിൽ പോയി ഒളിച്ചു നിൽക്കും. ഇത് മനസ്സിലാക്കാതെ പാവൻ നറൂട്ടോ അവന്റെ ക്ലൗൺസിനെ തന്നെ ഇടിച്ച് ചമ്മന്തിയാക്കും. അങ്ങനെ തല്ലുകൊണ്ട് ടയേർഡായി പാവം നമ്മുടെ ചെക്കൻ മരത്തിന്റെ താഴേക്ക് നോക്കുമ്പോ ദാ അവിടെ ഒരു ബെല്ല് കിടക്കുന്നു. യാഹൂ, അടികൊറെ കിട്ടിയാലെന്താ, ബെല്ലെനിക്ക് കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് അതെടുക്കാൻ നോക്കുമ്പോ അവന്റെ കാലാരോ വാരിയെടുക്കും. ശരിക്കും കാക്കാശിയുടെ മറ്റൊരു ട്രാപ്പായിരുന്നു അത്. അവനിപ്പോ കാലി കെട്ട് വീണ് മരത്തില് തലകീഴായിട്ട് തൂങ്ങിക്കിടക്കാണ്. അയ്യോ, ആരോ എന്റെ കാല് വാരിയെന്ന് പറഞ്ഞ് നറൂട്ടോ അലറിക്കരയുമ്പോ പഠിപ്പിയാവട്ടെ ഈ കാര്യങ്ങളെല്ലാം സൂക്ഷ്മമായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് കാക്കാശി എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. അലറിക്കരയുന്ന നറൂട്ടോയുടെ അടുത്തേക്ക് കാക്കാശി വന്നിട്ട് നീ എന്താ കരുതിയത് എല്ലാം വളരെ സിമ്പിൾ ആയിട്ട് ലഭിക്കുമെന്നോ? ഒരിക്കലും ഇല്ല. നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുൻപ് നമുക്ക് വ്യക്തമായ പ്ലാൻ വേണമെന്ന് പറഞ്ഞിട്ട് ആ ബെല്ലിപ്പോ കാക്കാശി തൂക്കിയെടുക്കും. ഒരു നിഞ്ച ആദ്യം മനസ്സിലാക്കേണ്ടത് അവന്റെ മുൻപിലുള്ള ചതിക്കുഴികളാണ്. എങ്കിൽ മാത്രമേ അവൻ രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. അങ്ങനെ കാക്കാശി കഥാപ്രസംഗം പറയുന്നതിന് നറൂട്ടോയുടെ കലിപ്പ് ഇരട്ടിയായിട്ട് വർദ്ധിക്കും. നിന്നെ വെറുതെ വിടില്ല എന്ന് പറയുമ്പോ നമ്മുടെ പഠിപ്പിയാവട്ടെ ആ ഒരു മരത്തിന്റെ നേരെ കയറിയിരുന്ന് ഒരു ബ്ലേഡ് വിട്ടാൽ ശരിയാവില്ല, ഒരുപാട് ബ്ലേഡ് ഇത്തവണ അവന്റെ മേൽക്ക് പ്രയോഗിക്കാന്ന് പറഞ്ഞ് ഒരുപാട് ബ്ലേഡുകള് അവന്റെ മേൽക്കറിയും. ഇതേ സമയത്ത് കറക്റ്റ് ആയിട്ട് ബ്ലേഡ് കൊണ്ട് കാക്കാശി ആവട്ടെ തെറിച്ച് ദൂരെ പോവും. മച്ചാനെ പൊടി, കൊല്ലവനെ, ഇടിയവനെ, തൊഴിക്കവനെ എന്ന് പറഞ്ഞ് നമ്മുടെ നറൂട്ടോ അലറുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും ഇവിടെ അവസാനിക്കുന്നു. കാക്കാശിയുടെ പപ്പും പൂടയും പോയോ അതോ പൂർവാധികം ശക്തിയോടുകൂടെ തിരിച്ചു വരുമോ എന്നറിയണമെങ്കിൽ തീർച്ചയായിട്ടും എന്റെ കൂട്ടുകാരെല്ലാവരും അടുത്ത എപ്പിസോഡ് വരെ വെയിറ്റ് ചെയ്യണം. സോ